പാവനാരൂപിയേ എന്നിൽ പടരണമേ. ആത്മാവിനെ അയക്കേണമേ എന്നകതാരിതാ ഒരുങ്ങി. വൻകൃപകൾ ചൊരിയണമേ എന്നെ അഭിഷേകം ചെയ്യണമേ. പാവനാത്മാവേ എന്നിൽ നിറയണമേ. പാവനാരൂപിയേ എന്നിൽ പടരണമേ. ഞാൻ ഒരു രഹസ്യം പറയാൻ പോവുക. നിങ്ങൾ പുറത്തൊന്നും പറയാൻ പാടില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന രഹസ്യം നിങ്ങൾ പുറത്ത് പറയില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ പറയണേ. ഞാനങ്ങനെ ഒരു രഹസ്യം പറയുമ്പോൾ എനിക്ക് തോന്നണത്, എൻ്റെ തൃശ്ശൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുന്നത്, ഈ സ്ത്രീകളെ എനിക്ക് നല്ല വിശ്വാസമാണ്. രഹസ്യം സൂക്ഷിക്കാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃപാവരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അവരൊരിക്കലും പുറത്ത് പറയില്ല. നമ്മൾ പുരുഷന്മാരങ്ങനെയല്ല, ഇത്തിരി കള്ളും വെള്ളമൊക്കെ കുടിച്ചത് പുറത്ത് പറയും. ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ റേഡിയോ ഉണ്ട്. ഈ റേഡിയോ എനിക്ക് പാട്ട് കേൾക്കാൻ കമ്പമില്ല, പാട്ടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഈ റേഡിയോ ഈ വണ്ടിക്കകത്ത് ഞാൻ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടൊരു കാര്യത്തിനാണ്, വാർത്ത കേൾക്കാനാണ്. വാർത്തയുടെ സമയമാകുമ്പോൾ എൻ്റെ ഡ്രൈവർ ചെക്കനോട് ഞാൻ പറയും, മോനെ എനിക്ക് വാർത്ത കേൾക്കാൻ ആഗ്രഹമുണ്ട്, മോൻ ആ വാർത്തയൊന്ന് വെക്കണം. അവൻ ഉടനെ തന്നെ സ്റ്റീറിങ് തിരിക്കുന്നതിനിടയിൽ കൈകൊണ്ട് റേഡിയോയുടെ സ്വിച്ച് തിരിക്കും. അപ്പം ഞാൻ അവനോട് പറയാടാ, വാർത്ത കേൾക്കാൻ നീ എന്താ ഈ കാണിക്കുന്നത്? അപ്പം അവൻ പറയാം, അച്ഛാ, അച്ഛന് വാർത്ത കേൾക്കണമെങ്കിൽ അച്ഛൻ്റെ റേഡിയോയുടെ സ്വീകരണ മുറിയിലെ തമ്പുരാൻ്റെ തരംഗം, അതായത് റേഡിയോയുടെ തരംഗങ്ങൾ കേൾക്കാൻ സന്നദ്ധതയുണ്ടാകണം. ഈ തരംഗങ്ങൾ സ്വീകരിക്കാനായിട്ട് അച്ഛൻ്റെ റേഡിയോ സന്നദ്ധമാകുമ്പോഴാണ് അന്തരീക്ഷത്തിലെ റേഡിയോയുടെ തരംഗവീതികൾ അച്ഛൻ്റെ റേഡിയോയിൽ എത്തുന്നത്. തമ്പുരാൻ്റെ സ്വരം കേൾക്കാൻ മനുഷ്യൻ സന്നദ്ധനാകുമ്പോഴാണ് തമ്പുരാൻ സംസാരിക്കുന്നത് കേൾക്കുക. ഹവ്വ തമ്പുരാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവൾ കേട്ടത്, സംസാരിച്ചത് പിശാചിനോടാ. ഞാനൊരു കാര്യം പറയട്ടെ, അൽഫോൻസമ്മയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു സമ്പ്രദായമുണ്ടോ? ദൈവം സംസാരിക്കുന്നത് കേൾക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ സ്വരത്തോട് കാതോർക്കുന്നുണ്ടോ? ഞങ്ങളുടെ തൃശ്ശൂർ രൂപതയിലെ കന്യാസ്ത്രീ അമ്മമാരുടെ ഒരു മീറ്റിംഗ് 2-3 മാസം മുമ്പ് പിതാവ് അരമനയിൽ വിളിച്ചു കൂട്ടിയായിരുന്നു. എല്ലാ പ്രൊവിൻഷ്യാൾമാരും എല്ലാ റീജിയണൽ സുപ്പീരിയർമാരും കന്യാസ്ത്രീകളെല്ലാം കൂടെ വന്നിട്ട് അവർക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് പിതാവ് ചോദിച്ചപ്പോൾ ഒറ്റ സ്വരത്തിലെ നെടുവീർപ്പും കണ്ണുനീരുമായിട്ട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾക്ക് മഠത്തിലെ പുതിയ കുട്ടികളെ കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പുതിയ കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പുതിയ കുട്ടികൾക്കൊന്നും തന്നെ കന്യാസ്ത്രീയാകാൻ താല്പര്യമില്ല. ഞങ്ങളിപ്പോൾ പലരും മലബാറിലേക്കും ഇടുക്കിയിലേക്കൊക്കെ ദൂരെ ദിക്കിൽ പോയിട്ട് തേടി പിടിച്ച് കൊണ്ടുവരിക പിള്ളേരെ, അത് തന്നെ വന്നിട്ട് നിൽക്കുന്നില്ല. ദൈവവിളികൾ കുറഞ്ഞു എന്നുള്ള ഒരു പരിഭവം നമ്മുടെ നാട്ടിൽ നിന്ന് സർവ്വസാധാരണ. ദൈവവിളികൾ കുറഞ്ഞു. ദൈവം വിളിക്കാഞ്ഞിട്ടാണോ, അതോ ദൈവം വിളിക്കുന്നത് കേൾക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണോ? ഞാൻ നിങ്ങൾ ആത്മശോധന ചെയ്യുന്ന നല്ലതായി. നമ്മുടെ പിള്ളേർ ദൈവത്തിൻ്റെ വിളി കേൾക്കാതെ പോകുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ വിളി കേൾക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കുടുംബങ്ങളിലെ ഇല്ല, ഇന്ന് ചുറ്റുപാടുകളിലില്ല.
റേഡിയോയിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാട്ട് കിട്ടണമെങ്കിൽ റേഡിയോ പാട്ടിന് അനുയോജ്യമായ താളക്രമത്തിലേക്ക്, നിങ്ങൾ തരംഗവീജികളിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്യണം. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ അത് തന്നെയാണ് വേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലെ സ്ഥിതി. ഞങ്ങൾ 10 മക്കളാണ്. ഒരിക്കൽ ഞാൻ കൺവെൻഷനിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ ചോദിച്ചു, അച്ഛ അവസാനത്തെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം, ഞാൻ അവസാനത്തെ കുട്ടിയാണ്. അവസാനത്തെ കുട്ടിയാകാൻ ഒരു രഹസ്യമുണ്ട്, ഞാനത് പറയുന്നില്ല. താമരശ്ശേരിക്കാരായതുകൊണ്ട് കുഴപ്പമുണ്ടാക്കണ്ട. എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചുപോയി. അല്ലെങ്കിൽ എനിക്ക് പിറകെ ഇനിയും കുട്ടികളുണ്ടായേനെ. എൻ്റെ അപ്പന് ഹാർട്ട് അറ്റാക്ക് വന്ന് അപ്പം മരിച്ചുപോയി. എൻ്റെ അമ്മ അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, നീ തന്തയുടെ തല തെറിപ്പിച്ചവനാ. ഞാൻ അച്ഛനാകാൻ പോയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിച്ച കുഴപ്പമാണെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഞങ്ങളുടെ വീട്ടിൽ പാവപ്പെട്ടൊരു വീടാണ്. അപ്പം മരിച്ചു. ഞങ്ങൾ 10 മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നിട്ടുള്ള കുടുംബമാണ്. പക്ഷേ 7:45 മണിക്ക് ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട്. 8:30 മണിക്കത് തീരും. വല്യകാരനൊരു അപ്പൻ്റെ അപ്പൻ വല്യപ്പനാണ് കുടുംബ പ്രാർത്ഥനയുടെ മുഖ്യ കാർമ്മികൻ. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുന്ന സ്റ്റൈല് പറഞ്ഞാൽ ഈ കുട്ടികളുടെ കുർബാന പോലെ ആദ്യത്തെ വരിയിൽ LP ക്ലാസ്സാണ്. എല്ലാ ക്ലാസ്സിലും ഓരോ കുട്ടി പഠിപ്പിക്കുന്നുണ്ട്. ഈ പെസഹ വ്യാഴാഴ്ച തിരി കത്തിച്ച പോലെ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതി. വലിയ തിരി, പിന്നെ ചെറിയ തിരി, പിന്നെ അതിലും ചെറുത്. ആദ്യത്തെ വരിയിൽ LP ക്ലാസ്, രണ്ടാമത്തെ വരിയിൽ UP ക്ലാസ്, മൂന്നാമത്തെ വരിയിലെ ഹൈസ്കൂള്. അതിൻ്റെ പിറകിൽ വലിയ അമ്മ ഹെഡ് മിസ്ട്രസ്, ഏറ്റവും ഒടുവിൽ വല്യപ്പൻ ഗ്രാൻഡ് ഫാദർ മാനേജർ. വലിയകാരനെ തുടങ്ങുക, വാവായുടെയും പുത്രൻ്റെയും റുഹാദൂദിശായുടെയും നാമത്തിൽ ആമീൻ. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ തല വെട്ടിക്കാൻ പാടില്ല, കണ്ണ് ഇമ വെട്ടാൻ പാടില്ല. തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് മാത്രം നോക്കി നിൽക്കണം. ഈ പ്രാർത്ഥനയുടെ നേരത്തെ ഏതെങ്കിലും ഒരു കുട്ടി അറിയാണ്ട് തല വെട്ടിച്ചാൽ അത് ആ കുട്ടിയുടെ അന്ത്യമാണ്. പിന്നെ അത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. 5ാമത്തെ രഹസ്യമൊക്കെ കൈവിരിച്ച് പിടിക്കണം. ഞാനിപ്പോൾ ഓർക്കുന്നത്, കുഞ്ഞു വീടാ, ഞങ്ങളെല്ലാം ഇങ്ങനെ പെർപെൻഡിക്കുലർ ചെരിയാതെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പിടിക്കും. ഏതെങ്കിലും ഒരു കുട്ടിയുടെ കൈ വേറൊരു കുട്ടിയുടെ തോളത്ത് കൊണ്ടാലേ ആ കുട്ടിയുടെ കൈ പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഞാൻ റെക്ടറായിട്ടിരിക്കുന്ന സമയത്ത് ചെമ്മാച്ചന്മാരോട് നോമ്പ് കാലത്ത് മക്കളെ പട്ടം നന്നായിട്ട് കിട്ടാനായിട്ട് കൈ വിരിച്ച് പിടിക്കാനൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ ചെമ്മാച്ചന്മാർ കൈ വിരിച്ച് പിടിച്ച പാവലിന് പന്തലിട്ടോണാണ്. ഒരാളുടെ കൈ വേറെ ആളുടെ തോളിലാണ്. ഈ കൊന്ത നമസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടുകുത്തിയിട്ട് കാലൊക്കെ കഴിച്ച് തണ്ടലൊക്കെ പിരിയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്. മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് ഈശോം ശായ മരിച്ചവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണു, ഈ പിന്നിലുള്ള അപ്പാപ്പനൊക്കെ എന്നാ മരിച്ചു കിട്ടുക. അത്ര കഠിനമായിട്ടുള്ളൊരു ശിക്ഷണ രീതി നമ്മുടെ കുടുംബങ്ങളുണ്ടായിരുന്നു. ഞാനത് വെറുതെ ഒരു ഓർമ്മക്കുറിപ്പ് പറഞ്ഞതാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ദൈവത്തിൻ്റെ വിളി സ്വരം കേട്ടിരുന്നു. സഹനങ്ങളുണ്ടായപ്പോൾ, കഷ്ടങ്ങളുണ്ടായപ്പോൾ, നഷ്ടങ്ങളുണ്ടായപ്പോൾ, രോഗങ്ങളുണ്ടായപ്പോൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഇന്നുണ്ടായതിനേക്കാൾ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹനങ്ങളൊക്കെ സഭ നേരിട്ടിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലേ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഒറ്റ ദിവസം മാത്രമേ കുടുംബ പ്രാർത്ഥന മുടക്കുള്ളൂ. ഒറ്റ ദിവസമേ മുടക്കുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അത് ദുഃഖ വെള്ളിയാഴ്ച മാത്രമാണ്. അമ്മയ്ക്ക് പഠിപ്പൊന്നുമില്ല. അപ്പം അമ്മോട് ചോദിക്കും ഞങ്ങൾ, എന്താ അമ്മേ ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാത്ത? അപ്പം അമ്മ പറയും, തമ്പുരാൻ മരിച്ചു കിടക്കുക, കേൾക്കാൻ ആരുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോയിട്ട് തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്, ഈ കൊല്ലത്തിൽ ഒരിക്കൽ മരിക്കണേന്ന് പറഞ്ഞ് എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ മരിക്കായിരുന്നില്ലേ? ഞാനത് പറയുന്നത് കുടുംബ പ്രാർത്ഥനയിലാണ് നമ്മുടെ കുടുംബങ്ങൾ അതിൻ്റെ ആധ്യാത്മിക പൈതൃകം കാത്തു സൂക്ഷിച്ചത്. 948 മത്തയോ ക്രൗളി കേരള സഭയിലെ കുടുംബ പ്രതിഷ്ഠയുടെ പ്രചാരകനായിട്ട് വന്ന് അദ്ദേഹം
കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ച മനുഷ്യനാ. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ശക്തി ഒരു കാലത്തും ഒരാൾക്കും ചോർത്തിക്കളയാൻ പറ്റില്ല. കാരണം കുടുംബ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ ആധ്യാത്മികത. ഞാനിപ്പോൾ തൃശ്ശൂരത്തെ കഥ പറയാം. ഞങ്ങളുടെ സിസ്റ്റർമാർ ഹോം മിഷനുമായിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങുന്ന വീടുകളിലൊക്കെ അവർ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഏത് വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഇല്ല എന്ന് പറയാ? ഉണ്ട് കേട്ടോ. എത്ര മണിക്ക്? 7:30 മണിക്ക്. വേറെ വീട്ടിൽ 7:45 മണിക്ക്. വേറെ വീട്ടിൽ 8 മണിക്ക്. വേറെ വീട്ടിൽ 8:15 മണിക്ക്. ചാച്ചൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ 10 മണിക്ക്. ഈ സിസ്റ്റർമാർ ഇതൊക്കെ കുറിച്ചെടുത്തു. സിസ്റ്റർമാരും മഹാതന്ത്രക്കാരാ. ഇവിടുത്തെ സിസ്റ്റർമാരല്ല, ഇവിടെയൊക്കെ നല്ല സിസ്റ്റർമാരാണ്. ഞങ്ങളുടെ അവിടെയുള്ള മഹാസൂത്രക്കാരാണ്. അവരെ ഈ ഹോം മിഷൻ്റെ അവസാനം ഈ വീടുകളിലേക്കൊക്കെ വിളിച്ച് ചോദിച്ചു. 8:15 വിളിച്ച് ചോദിച്ചു, ഇത് നിങ്ങളുടെ വീടല്ലേ? അതെ. ഇവിടെ എപ്പോഴാണ് പ്രാർത്ഥന? ഇവിടെ നിന്ന് ചൊല്ലാൻ കൊണ്ടിരിക്കണുള്ളോ? ഈ സീരിയൽ കഴിയണം, മറ്റത് കഴിയണം. സിസ്റ്റർമാരെ ഈ പരിശോധനയുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ രൂപതയിലെ അഭിപ്രായപ്പെട്ട ഒരു വിധം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കുടുംബങ്ങളിൽ ഏതാണ്ട് 40% കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയുടെ പാരമ്പര്യം ഇതിനോടകം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. 40% കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനയുടെ വലിയ പാരമ്പര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിൻ്റെ വചനം കേട്ടവളാ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അമ്മയുടെ ഭക്തി നമുക്ക് നൽകിയ ഒരു അന്തരീക്ഷമുണ്ട്. അന്തരീക്ഷം എന്താണെന്നറിയാമോ? നമ്മുടെ കുടുംബങ്ങളിലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു സാഹചര്യം, ദൈവം സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ലോകം ജയിച്ചിരിക്കുക. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ ശരീരം ജയിച്ചിരിക്കുക. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ പിശാച് ജയിച്ചിരിക്കുക. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളുടെ പശ്ചാത്തലങ്ങൾ നമ്മൾ ചിന്തിക്കണം. ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. നമുക്കൊരു സ്വസ്ഥതയുണ്ടാകണം. നമുക്കതിന് പറ്റുന്നൊരു ശാന്തതയുണ്ടാകണം. കുടുംബ പ്രാർത്ഥനകളുടെ അന്തരീക്ഷത്തിലെ ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ കുടുംബങ്ങളിൽ കേട്ടിരുന്നു. പഴയ നിയമത്തിലെ സ്ത്രീയും പുതിയ നിയമത്തിലെ സ്ത്രീയും തമ്മിലുള്ള വലിയ വ്യത്യാസം, പഴയ നിയമത്തിലെ സ്ത്രീ സ്വന്തം ഇഷ്ടം തെരഞ്ഞെടുത്തു. പുതിയ നിയമത്തിലെ സ്ത്രീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വണങ്ങി. പരിശുദ്ധ കന്യകാമറിയം ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. നിന്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ അത് തന്നെ ആവർത്തിച്ചത്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അവൻ എന്താ പറയുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതി. സ്നേഹമുള്ളവരെ, പുതിയ നിയമത്തിലെ സ്ത്രീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങി. പഴയ നിയമത്തിലെ സ്ത്രീയോ അവളുടെ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തു. ഞാനൊരിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൈവത്തിൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ ഇഷ്ടവും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവത്തിൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ ഇഷ്ടവും, സ്വന്തം ഇഷ്ടവും തന്നിഷ്ടവും ദൈവേഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾക്കെല്ലാവർക്കും കൊരട്ടിമുത്തിയുടെ അവിടെ ഒരു നേർച്ചയുണ്ടായിരുന്നു. 10 പിള്ളേർക്ക്. ഞങ്ങളുടെ അമ്മ ഞങ്ങളെല്ലാവരെയും കൂടെ തീവണ്ടിക്കാണ് കൊരട്ടിക്ക് കൊണ്ടുപോയേ. അമ്മ ബസ്സിൽ കൊണ്ടുപോയില്ല, ഞങ്ങൾ ബസ്സിൽ കൊണ്ടുപോകണമെന്ന് ഒരുപാട് വാദിച്ചതാണ്. അപ്പം അമ്മ പറഞ്ഞു, ബസ്സിന് 2 വാതിലുണ്ട്, അപ്പം നിങ്ങൾ അനുസരണക്കേട് കാണിച്ചിട്ട് ഒരെണ്ണം ഈ അറ്റത്തെ വാതിലോടെ കയറി മറ്റേ വാതിലോടെ ഇറങ്ങി, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അമ്മ ഞങ്ങൾ തീവണ്ടിക്കാണ് കൊണ്ടുപോയി. ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറി കുറ്റിയൊക്കെ ഇട്ട് ഞങ്ങൾ കൊരട്ടിയിൽ നിന്ന് ഇറങ്ങി. അമ്മ പ്രദക്ഷിണം നയിച്ചു. പ്രദക്ഷിണമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പള്ളിയിൽ പോയത്, വരിയായിട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനാണ് ഏറ്റവും ഒടുവിൽ നിന്നിരുന്നത്. ഈ കൊരട്ടി പള്ളിയിൽ ചെന്നിട്ട് അതിൻ്റെ ആനവാതിൽ തൊട്ട്
ഞങ്ങൾ മുട്ടുകുത്തി എഴഞ്ഞിട്ടാണ് മാതാവിൻ്റെ തിരുസന്നിധിയിലെത്തിയത്. മാതാവിൻ്റെ തിരുസന്നിധിയിലെത്തിയപ്പോൾ മുട്ടുകുത്തി എഴഞ്ഞ് ഞങ്ങൾ 10 എണ്ണം കൂടെ വന്ന് അമ്മ നേതൃത്വം ഞങ്ങൾ ഈ മാതാവിൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് നിൽക്കുക. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, പൊന്നു മോനെ, ഈ മാതാവ് നമ്മുടെ പള്ളിയിലത്തെ മാതാവ് പോലെയല്ല, ഒരുപാട് പ്രത്യക്ഷമുള്ള മാതാവാണ്. മോൻ എന്ത് ചോദിച്ചാലും ഇവിടെ കിട്ടും. മോൻ ഉള്ളറിഞ്ഞ് തമ്പുരാനോട് മോൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ അമ്മ വഴി ഇത് കിട്ടും. ഞാൻ നോക്കിയപ്പോൾ ശരിയാ, ഈ കൊരട്ടിയിലെ മാതാവിന് നല്ല മുഖപ്രസാദമുണ്ട്. ഞങ്ങളുടെ പള്ളിയിലത്തെ മാതാവിൻ്റെ പോലെയല്ല. ഞങ്ങളുടെ പള്ളിയിലെ വ്യാകുല മാതാവാണ്. കൊരട്ടിയിലെ മാതാവ് അങ്ങനെയല്ല, വ്യാകുലൊന്നും ഇല്ലാണ്ട് നിൽക്കണ മാതാവാണ്. ഞാനിങ്ങനെ കണ്ണടച്ച് കരം കൂപ്പിയിട്ട് ഏത് വര ചോദിക്കേണ്ട കർത്താവേ, ഏത് ചോദിച്ചാലും കിട്ടുന്ന അമ്മ പറഞ്ഞേക്കണേ. അമ്മ എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, അതിക്കൊതി കാണിക്കേണ്ട, 3 എണ്ണം ചോദിച്ച് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വര ആദ്യം ചോദിക്കേണ്ട? ഞാനിങ്ങനെ കണ്ണടച്ച് മാതാവിനോട് ഇങ്ങനെ വരം ചോദിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് ഓർമ്മ വന്നത്, ഞാനന്ന് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളെ കണക്ക് പഠിപ്പിക്കുന്ന ഇട്ടേച്ച മാഷയാണ്. എനിക്ക് കണക്ക് മഹാപെശകായിരുന്നു. ഈ മാഷാണെങ്കിൽ കുട്ടികളെ തല്ലണ മാഷാണ്. മാഷക്ക് കണക്ക് പട്ടിക പ്രാന്ത. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നു 16x12, 15x17, 14x13. എത്ര ഗ്രഹപാഠം ചെയ്ത് വന്നാലും മാഷ് ചോദിക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. എനിക്ക് എന്തോരടിയെ കിട്ടിയേക്കണമെന്നറിയാമോ? അടി കിട്ടി ഞാൻ അവസാനം എൻ്റെ ദൈവമേ, ഈ മാഷെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. കണ്ണടച്ച് മാതാവിൻ്റെ മുമ്പിൽ വരം ചോദിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത, തമ്പുരാൻ ആദ്യത്തെ വരം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ആദ്യത്തെ വരം ഉറപ്പായിട്ടും കിട്ടണ വരം. 3 എണ്ണത്തിൽ ചിലപ്പോൾ ഒടുവിൽ വരുന്നത് കിട്ടാണ്ട് പോകും. അതുകൊണ്ട് ആദ്യത്തെ കിട്ടണതാണ്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു നീക്കുപോക്കില്ലാണ്ട് ആദ്യത്തെ വരെ എനിക്ക് തരേണ്ടത്. എന്തോ ഒരാളെ വണ്ടി ഇടിച്ച് ചത്തുപോകണേ, ഇട്ടേച്ച മാഷ അടിച്ചു പോട്ടെ. ഇട്ടേച്ച മാഷ ട്രാൻസ്പോർട്ട് ബസ് ഇടിച്ച് അടിച്ചു പോകട്ടെ. മാഷ് ചത്താലേ എനിക്ക് പിന്നെ കണക്ക് പഠിക്കണ്ട. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയാം, അന്ന് തുടങ്ങി എനിക്ക് കൊരട്ടിമുത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ മാഷ് 92 വയസ്സായിട്ട ചത്തേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ തമ്പുരാൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ ഇഷ്ടവും നമ്മൾ വ്യത്യാസം ഇതാ. ഞാനും നിങ്ങളും അന്വേഷിക്കുന്നത് നമ്മുടെ സൗകര്യങ്ങളാ, നമ്മുടെ സുഖങ്ങളാ, നമ്മുടെ താല്പര്യങ്ങളാ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയാണ്. ആ നന്മയ്ക്ക് ദൈവം കാണിക്കുന്ന വഴികള് പ്രതിസന്ധികൾ നിറഞ്ഞതാ, വേദനാജനക, തകർച്ചകളുള്ളതാ. ഇവിടെ ഞാനും നിങ്ങളും അന്വേഷിക്കുന്നത് സ്വന്തം ഇഷ്ട. ഞാൻ ഓർക്കുക, നിങ്ങൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 6ാമത്തെ അധ്യായത്തിലൊക്കെ വരുമ്പോൾ നോഹായുടെ പേടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തിൽ തിന്മ പെരുകിയപ്പോൾ തമ്പുരാൻ ലോകം നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹായെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു, ഈ ലോകം നശിക്കുക, ഞാനിതിനെ നശിപ്പിക്കാൻ പോകുക, നീ പേടകം ഉണ്ടാക്കണം. നോഹ പറഞ്ഞു, സൂര്യൻ കത്തുന്ന തീപ്പന്തം പോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ നീ മഴ പെയ്യുന്നെന്ന് പറഞ്ഞാൽ മഴ പെയ്യില്ല. നോഹായോട് പറഞ്ഞു, ദൈവമായ ഞാൻ നിന്നോട് പറയുന്നു, 40 ദിനരാത്രങ്ങള് പ്രളയജലത്തിൽ ഈ ഭൂമി നശിച്ചു പോകും. നീ പേടകം ഉണ്ടാക്കണം. എന്തു മരത്തിലാണ് ഉണ്ടാക്കണ്ടേ? നോഹ പറഞ്ഞു, ഈട്ടിയാകാം, വീട്ടിയാകാം, മരുതാകാം, മട്ടിയാകാം, പ്ലാഗാകാം. തമ്പുരാൻ പറഞ്ഞു, ഗോഫേർ മരം എടുക്കണം. നോഹ പറഞ്ഞു, ഗോഫേർ ആയുസില്ലാത്ത മര. തമ്പുരാൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടം ഗോഫേറാ. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം വ്യാസം. തമ്പുരാന്റെ കണക്ക് പട്ടിക കൃത്യമാ. ഗോഫേർ മരം 300 മുഴം, 50 മുഴം, 30 മുഴം. നോഹ പേടകം ഉണ്ടാക്കി. ആ പേടകം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അടയാളമായി. അത് ജീവന്റെ സംരക്ഷണ കവചമായി. ഞാനൊരു കാര്യം പറയട്ടെ,
നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ നീളവും വീതിയൊക്കെ നിശ്ചയിക്കുന്ന ഒരുപാട് സന്ദർഭമുണ്ട്. എൻ്റെ അമ്മ കഴിഞ്ഞ സെപ്റ്റംബർ 4-ാം തീയതി ഒരു കൊല്ലമായി മരിച്ചിട്ട്. 10 മക്കൾ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് വട്ടത്തിൽ നിന്ന് കണ്ണുനീരോടെ അമ്മയ്ക്ക് വേണ്ടി കൊന്ത ചെല്ലുക. 5:30 അമ്മയ്ക്ക് ദീനം മൂർദിച്ചു, ശ്വാസം നിലയ്ക്കാൻ പോകുക. അമ്മ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ എനിക്കറിയാൻ പാടില്ല, എൻ്റെ സർവ്വ നിയന്ത്രണം വിട്ടു ഞാൻ വിട്ട് വിതുമ്പിക്കരഞ്ഞു. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വലത് കൈ നീട്ടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടാ എന്തിനാ നീ കരയണേ? അമ്മ 81 വയസ്സ് വരെ ജീവിച്ചില്ലേ, അമ്മയുടെ സമയമായി, അമ്മ പോകട്ടെ. എന്നിട്ട് ചേട്ടൻ വിചാരിച്ചു ഞാൻ കരയുന്നത് അച്ഛനായതുകൊണ്ടും ഇനി ആരും നോക്കാനില്ലാത്തത് കൊണ്ടാണെന്ന് കരുതിയിട്ട് ചേട്ടൻ പറഞ്ഞു, നീ പേടിക്കണ്ടടാ, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചേട്ടനോട് പറഞ്ഞു, അല്ല, ഞാൻ കരഞ്ഞത് ദുഃഖം കൊണ്ടല്ല, കടപ്പാട് കൊണ്ടാ. ഈ ഗോഫേർ മരത്തിലെ 10 മക്കളെ തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കാൻ അമ്മ കാണിച്ച കാരുണ്യമുണ്ടല്ലോ, അത് ഞാൻ മറക്കില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഗോഫേർ മരത്തിലെ നിങ്ങൾ പണിയുന്ന പേടകത്തിലെ 2 പിള്ളേരേ ഉള്ളൂ, ഒന്ന് ആൺകുട്ടി, ഒന്ന് പെൺകുട്ടി. കുണ്ടുകുളം പിതാവ് തമാശയായിട്ട് പറയും, ആൺകുട്ടി ഡോക്ടറാകണം, എന്തിനാണെന്നറിയാമോ? ചാച്ചൻ ചത്തോ എന്ന് ഉറപ്പ് വരുത്താൻ. പെൺകുട്ടി എഞ്ചിനീയർ ആക്കണം, എന്തിനാണെന്നറിയാമോ? ചാച്ചന് കുഴി വെട്ടുമ്പോൾ അളവ് തെറ്റാൻ പാടില്ല. 1ഉം 2ഉം നിങ്ങൾ നിശ്ചയിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ കുടുംബവും തമ്പുരാന്റെ പേടക, തമ്പുരാന്റെ ഇഷ്ടമനുസരിച്ച് അതിൻ്റെ നീളവും വീതിയും വണ്ണമൊക്കെ നിശ്ചയിക്കുന്നത്. ഞാനും നിങ്ങളും മക്കളുടെ എണ്ണം നിശ്ചയിക്കുന്നത്, നമ്മുടെ അവകാശങ്ങൾ നിർണ്ണയിക്കുന്നത്, നമ്മുടെ കടപ്പാടുകൾ നിർണ്ണയിക്കുന്നത്. ഇവിടെയൊക്കെ തന്നിഷ്ടം ഒരുപാടുണ്ട്. എന്നോട് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയ ചത്തുപോവച്ച. ഞാൻ പറഞ്ഞു, ഇതുവരെ ചത്തതായിട്ട് ഒറ്റ ആൾ അറിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയിട്ട് ഒരാളും ചത്തുപോയിട്ടില്ല. പക്ഷെ അത് തമ്പുരാന്റെ ഇഷ്ടമാണെങ്കിലോ? ചിലനോട് ചോദിക്കാറുണ്ട്, അച്ഛാ ഞായറാഴ്ച കുർബാനയുടെ കടം എവിടെന്നാ തുടങ്ങണേ? ആരംഭത്തിൽ തുടങ്ങൂ, കാഴ്ചവെപ്പിൻ്റെ അവിടെ തുടങ്ങൂ, അതെ പ്രസംഗം കഴിഞ്ഞിട്ട് വന്ന? അച്ഛാ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഞാനും നിങ്ങൾ കടം നിശ്ചയിക്കുന്നത് നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട്. ചിലർ പറയുന്നത് കള്ളു കുടിക്കാം, പക്ഷെ ബോധക്കേട് വരാൻ പാടില്ല. ഈ അടുത്ത ഒരു ചേട്ടൻ ബോധക്കേട് വരാണ്ടിരിക്കാനായിട്ട്, അയാൾക്ക് ബോധക്കേട് വന്നിട്ടില്ലെന്നറിയാനായിട്ട് കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോൾ ഉടുത്തമുണ്ട് കയ്യെ പിടിച്ചു. അപ്പം നാട്ടുകാർ ചോദിച്ചു, എന്താണ്ടൊന്ന് കയ്യെ പിടിച്ചിരിക്കണം? എൻ്റെ ബോധം പോയിട്ടില്ലെന്ന് ഉറപ്പാടോ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വഴിയിലിട്ട് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, തന്നിഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനൊരു നിയോഗമുണ്ട്. നന്മ നിറഞ്ഞവളെ നിനക്ക് സുസ്തി, നീ ഗർഭം ധരിക്കും. അമ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെയാ സംഭവിക്കുക? ദൈവം മാലാഖയിലൂടെ അമ്മയോട് പറഞ്ഞൊരു വാചകമുണ്ട്, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ എന്നറിയും, അത്യുന്നതൻ്റെ നിറവ് നിന്നിൽ സംഭവിക്കും. സ്നേഹമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ അസാധ്യ കാര്യങ്ങൾ നമ്മളെ പ്രസവിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഒരിക്കലും സാധിക്കുകയില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ തമ്പുരാൻ നമ്മിലൂടെ നിർവഹിക്കും. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ കീഴടങ്ങുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ.